1986 ഏപ്രിൽ 26 രാത്രി ഏകദേശം 1:23. ആ രാത്രി ലോക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദുരന്തം സംഭവിക്കാൻ പോവുകയായിരുന്നു. സോവിയറ്റ് യൂണിയനിലെ ഒരു വലിയ ആണവ പവർ പ്ലാന്റിലെല്ലാം സാധാരണ പോലെ തന്നെയായിരുന്നു നടന്നിരുന്നത്. എഞ്ചിനീയർമാർ അവരുടെ ജോലിയിൽ തിരക്കിലായിരുന്നു. കമ്പ്യൂട്ടർ സ്ക്രീനുകൾ പ്രകാശിച്ചു നിന്നു. യന്ത്രങ്ങൾ പതിവ് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ രാത്രിയിൽ ഒരു ചെറിയ പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു. പവർ പ്ലാന്റിൽ വൈദ്യുതി പെട്ടെന്ന് പോയാൽ റിയാക്ടറിന്റെ സിസ്റ്റങ്ങൾ കുറച്ച് സമയം കൂടി പ്രവർത്തിക്കുമോ എന്ന് പരിശോധിക്കുകയായിരുന്നു ലക്ഷ്യം. ആർക്കും അത് വലിയ കാര്യമെന്ന് തോന്നിയില്ല. പക്ഷേ ചില മണിക്കൂറുകൾക്കുള്ളിൽ ആ ചെറിയ പരീക്ഷണം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായി മാറുമെന്ന് അവിടെ ഉണ്ടായിരുന്നവരാരും കരുതിയിരുന്നില്ല. ആ സ്ഥലം ചെർണോബിൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ആ രാത്രി പരീക്ഷണം നടത്തിയത് റിയാക്ടർ നമ്പർ 4-ലായിരുന്നു. ചെർണോബിൽ പവർ പ്ലാന്റിലെ ഈ റിയാക്ടർ വളരെ ശക്തമായതായിരുന്നു. അതിന്റെ ഡിസൈൻ RBMK എന്നറിയപ്പെടുന്നു. ഈ റിയാക്ടർ വലിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. പക്ഷേ അതിനൊരു വലിയ ദൗർബല്യമുണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റിയാക്ടറിന്റെ ശക്തി പെട്ടെന്ന് വളരെ വേഗത്തിൽ ഉയരാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ പ്രശ്നം ചില ശാസ്ത്രജ്ഞർക്ക് അറിയാമായിരുന്നു. പക്ഷെ അവർ അതിനെ വലിയ അപകടമായി കാണാതെ അവഗണിച്ചു. ആ രാത്രി എഞ്ചിനീയർമാർ റിയാക്ടറിന്റെ പവർ കുറയ്ക്കാൻ തുടങ്ങി. പരീക്ഷണം സുരക്ഷിതമായി നടത്താൻ അത് ആവശ്യമായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അവരുടെ പ്രതീക്ഷ പോലെ നടന്നില്ല. റിയാക്ടറിന്റെ പവർ പതുക്കെ കുറയേണ്ടതായിരുന്നു. പക്ഷേ അത് പെട്ടെന്ന് വളരെ താഴ്ന്നു. ഇപ്പോൾ റിയാക്ടർ വളരെ അസ്ഥിരമായ നിലയിലായിരുന്നു. എഞ്ചിനീയർമാർ പവർ വീണ്ടും ഉയർത്താൻ ശ്രമിച്ചു. അതിനുവേണ്ടി അവർ ചില നിയന്ത്രണ റോഡുകൾ പുറത്തെടുത്തു. ഇത് റിയാക്ടറിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ ഈ തീരുമാനമാണ് പിന്നീട് വലിയ അപകടത്തിന് കാരണമായത്. റിയാക്ടർ ഇപ്പോൾ വളരെ അപകടകരമായ നിലയിലായിരുന്നു. പവർ ലെവൽ സ്ഥിരത നഷ്ടപ്പെടുത്തി. ഓപ്പറേറ്റർമാർക്ക് സ്ഥിതി പൂർണ്ണമായി മനസ്സിലാകുന്നില്ലായിരുന്നു. എങ്കിലും അവർ പരീക്ഷണം തുടരാൻ തീരുമാനിച്ചു. അതൊരു വലിയ പിഴവായി മാറി. പരീക്ഷണം ആരംഭിച്ചപ്പോൾ റിയാക്ടറിന്റെ അവസ്ഥ കൂടുതൽ മോശമായി. പവർ അനിയന്ത്രിതമായി മാറാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥിതി വളരെ അപകടകരമായി. ഓപ്പറേറ്റർമാർക്ക് ഇപ്പോൾ പ്രശ്നം മനസ്സിലായി. അവർ റിയാക്ടർ ഉടൻ നിർത്താൻ തീരുമാനിച്ചു. അതിനായി അവർ എമർജൻസി ഷട്ട് ഡൗൺ ബട്ടൺ അമർത്തി. ഈ ബട്ടൺ AZ-5 എന്നായിരുന്നു. സാധാരണയായി ഈ ബട്ടൺ അമർത്തുമ്പോൾ നിയന്ത്രണ റോഡുകൾ റിയാക്ടറിനുള്ളിലേക്ക് കടന്ന് പ്രതികരണം ഉടൻ നിർത്തും. പക്ഷേ ആ രാത്രിയെല്ലാം വ്യത്യസ്തമായി സംഭവിച്ചു. ചെർണോബിൽ റിയാക്ടറിന്റെ ഡിസൈനിൽ ഒരു ഗുരുതര പിഴവുണ്ടായിരുന്നു. നിയന്ത്രണ റോഡുകളുടെ അറ്റത്തിൽ ഗ്രാഫൈറ്റ് ഉണ്ടായിരുന്നു. ഈ ഗ്രാഫൈറ്റ് ആദ്യം റിയാക്ടറിന്റെ പ്രതികരണം കുറയ്ക്കുന്നതിനു പകരം ചില സെക്കൻഡുകൾ അത് കൂടുതൽ വർദ്ധിപ്പിക്കും. AZ-5 ബട്ടൺ അമർത്തിയപ്പോൾ അതുതന്നെയാണ് സംഭവിച്ചത്. റിയാക്ടറിന്റെ ശക്തി പെട്ടെന്ന് നിയന്ത്രണത്തിന് പുറത്തായി. കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ശക്തി 100 കണക്കിന് മടങ്ങുയർന്നു. ഇപ്പോൾ ദുരന്തം ഒഴിവാക്കാൻ ആർക്കും ഒന്നും ചെയ്യാനായില്ല. അതിനുശേഷം ഒരു വലിയ സ്ഫോടനം. പവർ പ്ലാന്റ് മുഴുവൻ നടുങ്ങി. തുടർന്ന് മറ്റൊരു സ്ഫോടനം കൂടി. റിയാക്ടർ നമ്പർ 4 പൂർണ്ണമായും തകർന്നു. 1000 ടൺ ഭാരമുള്ള കോൺക്രീറ്റ് കവർ ആകാശത്തേക്ക് പറന്നു. റിയാക്ടറിനുള്ളിലെ കത്തുന്ന ഗ്രാഫൈറ്റ് വായുവിലേക്ക് ചിതറി. അതോടൊപ്പം അപകടകരമായ റേഡിയേഷൻ വാതാവരണത്തിലേക്ക് പടർന്നു. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത പക്ഷേ അത്യന്തം അപകടകരമായ ഒരു ശത്രു. സ്ഫോടനത്തിന് ശേഷം ഫയർ ഫൈറ്റർമാർ സ്ഥലത്തെത്തി. അവർക്ക് സംഭവിച്ചത് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. അവർ സാധാരണ തീ അണയ്ക്കാനാണ് വന്നത്. പക്ഷേ അവർ നേരിട്ടത് അത്യന്തം ശക്തമായ റേഡിയേഷൻ ആയിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അവരിൽ പലർക്കും ഗുരുതര റേഡിയേഷൻ സൈക്നസ് ഉണ്ടായി. പലരും പിന്നീട് മരിച്ചു. ഇതിനിടെ അടുത്തുള്ള നഗരമായ പ്രിപ്യറ്റ് അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് അപകടത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ പ്രിപ്യറ്റ് നഗരത്തിലെ ആളുകൾ സാധാരണ ജീവിതം തുടരുകയായിരുന്നു. കുട്ടികൾ സ്കൂളിലേക്ക് പോയി. ആളുകൾ ജോലിക്ക് പോയി. പക്ഷേ വായുവിൽ അപകടകരമായ റേഡിയേഷൻ ഇതിനകം പടർന്നിരുന്നു. 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് നഗരത്തെ ഒഴിപ്പിക്കാൻ തീരുമാനിച്ചത്. ഏകദേശം 50,000 ആളുകളെ ബസ്സുകളിൽ നഗരത്തിൽ നിന്ന് മാറ്റി. അവരോട് പറഞ്ഞത് ഒരു കാര്യം മാത്രം: കുറച്ച് ദിവസങ്ങൾക്കായി മാത്രം മാറി നിൽക്കണം. പക്ഷേ അവർ ഒരിക്കലും തിരികെ വന്നില്ല. 1986 ആ രാത്രി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആണവ ദുരന്തമായി മാറി.